നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രവേശ് പരീക്ഷയുടെ സിലബസും ക്വസ്റ്റ്യൻ പേപ്പർ മോഡലുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ പ്രവേശ് 2 പേപ്പറാണ് പരീക്ഷ നടത്തുന്നത്. ആദ്യകാലങ്ങളൊക്കെ 3 പേപ്പറായിരുന്നു, അതിപ്പോൾ 2 പേപ്പറായി മാറിയിട്ടുണ്ട്. പാഠഭാഗങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ്, സിലബസിനൊന്നും മാറ്റമില്ല. പക്ഷേ പേപ്പറിനുള്ള മാത്രമാണ് മാറ്റം വരുന്നത്. അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് പേപ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പേപ്പർ പറയാം. ആദ്യകാലങ്ങളിൽ പഹല പത്ര, ദൂസര പത്ര, തീസര പത്ര ഇങ്ങനൊരു ഗൈഡുണ്ട്, പരീക്ഷാ സഹായം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബുക്ക് വാങ്ങുമ്പോൾ അതിലെല്ലാ നോട്ട്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഗദ്യതരംഗ്, ബാപ്പു കുച്ചു പ്രേരക് പ്രസംഗ്, പ്രതിനിധി കഹാനിയ. ഇതായിരുന്നു ആദ്യകാലങ്ങളിൽ ഫസ്റ്റ് പേപ്പർ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. സെക്കൻഡ് പേപ്പറിൽ വന്നിരുന്നത് കാവ്യപ്രഭാത്, സാത്തി ഏകാംഗി. തേർഡിൽ വന്നിരുന്നത് സരള ഹിന്ദി വ്യാകരണ, അനുവാദമാല, നിബന്ധ, സങ്കരൻ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇനി 2 പേപ്പറാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ ഇപ്പോൾ വരുന്നത് എന്തൊക്കെയാണ്? ഗദ്യതരംഗ്. ഗദ്യതരംഗിൽ ആദ്യത്തെ ഒരു 6 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഗദ്യത്തിൽ നിന്നെല്ലാം കൂടെ ഇപ്പോൾ ഗദ്യത്തിൽ നിന്ന് എല്ലാം കൂടെ വരുന്നത് 30 മാർക്കിനാണ്. അപ്പോൾ അതിൽ ഗാന്ധിജിയുടെ ചാപ്റ്റർ, നേതാനഹി, നാരദ്, തായി, പ്രേംചന്ദ്, ഏകാംഗി, മഹാഭാരത് കേക്ക് സാഞ്ച, അങ്ങനെ ഒരു 6 ചാപ്റ്റർ ഉണ്ട്. ആ 6 ചാപ്റ്റർ നന്നായി പഠിച്ചു വയ്ക്കുക. അതിൽ നിന്ന് 30 മാർക്കിന് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പേപ്പറിൽ വീണ്ടും ചോദിക്കുന്നത് ഗാന്ധിജിയെക്കുറിച്ചാണ്. ഗാന്ധിജിയുടെ 10 ചാപ്റ്റർ ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു 6 ചാപ്റ്റർ പഠിക്കുക. അതിൽ നിന്ന് 4 എണ്ണം എക്സാമിന് ചോദിക്കും. 2 എണ്ണമാണ് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ആ 2 എണ്ണത്തിനും കൂടെ 14 മാർക്കാണ് പരീക്ഷയ്ക്ക് വരുന്നത്. പിന്നെ വരുന്നത് കഹാനിയാണ്. കഹാനി ഒരു 6 എണ്ണം ഉണ്ട്. അതിലൊരു 3 കഥ പഠിച്ചു വയ്ക്കുക. അതിൽ നിന്ന് ഒരു കഥ വേണം നമുക്ക് എക്സാമിന് എഴുതേണ്ടത്. ആദ്യത്തെ 6 കഥകൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ 6 കഥയിൽ നിന്ന് 3 എണ്ണം ചോദിക്കും. അതിൽ നിന്ന് 1 എഴുതിയാൽ മതി. അപ്പോൾ ഒരു കഥയ്ക്ക് 10 മാർക്കാണ് വരുന്നത്. പിന്നെ വരുന്നത് കത്താണ്, ലെറ്ററാണ്. നമ്മൾ രാഷ്ട്രത്തിനും ദൂസരിക്കൊക്കെ പഠിച്ചിരുന്ന അതേ കത്തുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 2 ലെറ്റർ ചോദിക്കും. അതിൽ നിന്ന് ഒരു ലെറ്റർ എഴുതുക. ഒരു ലെറ്ററിന് വരുന്നത് 8 മാർക്കാണ്. പിന്നെ വരുന്നത് ഗ്രാമർ. നമ്മൾ ദൂസരിക്കും രാഷ്ട്രത്തിനൊക്കെ പഠിച്ച അതേ ഗ്രാമർ തന്നെയാണ് വരുന്നത്. ചുക്ക്, സക്ക്, ജബ് തബ്, താൽക്കാലിക വർത്തമാനകാല് അങ്ങനെയൊക്കെ വരുന്ന ഗ്രാമറാണ്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് എന്തൊക്കെയാണ്? ഗദ്യതരംഗ്, ബാബു, കഹാനി, പത്ര, വ്യാകരണം എന്നൂടെ പറയാം. ഗദ്യതരംഗിൽ ആദ്യത്തെ 6 ചാപ്റ്റർ, ഗാന്ധിജിയുടെ 6 ചാപ്റ്റർ, കഹാനിയുടെ 6 ചാപ്റ്റർ, കത്ത് 4 എണ്ണം പഠിക്കുമ്പോൾ 2 എണ്ണം കിട്ടും. പിന്നെ വരുന്നത് വ്യാകരണം. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേപ്പർ. അടുത്തിന് സെക്കൻഡ് പേപ്പറിൽ വരുന്നത് കാവ്യപ്രഭാത് എന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിൽ കവിത പഠിക്കുക. പ്രാചീന കവികളെക്കുറിച്ചും ആധുനിക കവികളെക്കുറിച്ചും ചോദിക്കും. അപ്പോൾ ആധുനിക കവികളെക്കുറിച്ച് ആദ്യത്തെ 4 എണ്ണവും പ്രാചീന കവികളെക്കുറിച്ച് ആദ്യത്തെ 5 എണ്ണവും പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് സെക്കൻഡ് പേപ്പറിൽ വരുന്നത്. അതിൽ വരുന്നത് പുഷ്പിക അഭിലാഷ, ഭിക്ഷുക്, മേര നയ ബച്ചുപ്പൻ, അങ്ങനെയുള്ള ഒരു 6 പാഠമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 3 എണ്ണം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൽ നിന്ന് 1 എക്സാമിന് എഴുതാൻ വരുന്നത്. പിന്നെ വരുന്നത് ഏകാംഗിയാണ്. ഏകാംഗി 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ 7 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ 6 എണ്ണം നന്നായിട്ട് പഠിക്കുക. 3 എണ്ണം ചോദിക്കും. അതിൻ്റെ കഥാപാത്രവും കഥാവസ്തുവും എഴുതാൻ ചോദിക്കും. അപ്പോൾ അത്രയാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്ന നിബന്ധ്, അനുവാദമാല. നിബന്ധ് 5 എണ്ണം പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് 3 എണ്ണം ചോദിക്കും. 1 എണ്ണം എഴുതിയാൽ മതി. പിന്നെ വരുന്നത് ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേഷൻ്റെ അനുവാദ ബുക്കുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ 15 മലയാളവും 15 ഹിന്ദിയും പഠിച്ചു വയ്ക്കുക. അപ്പോൾ പ്രവേശിച്ച് പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞത് ട്രാൻസ്ലേഷൻ ആദ്യം പഠിച്ചു വയ്ക്കുക. ട്രാൻസ്ലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ വാക്കുകൾ കിട്ടും. അതിലൂടെ ഒരുപാട് എഴുതാനൊക്കെ ഉള്ള അറിവ് നമുക്ക് ട്രാൻസ്ലേഷനിൽ കിട്ടും. വായിക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ട്രാൻസ്ലേഷനിൽ പ്രത്യേകിച്ചും ഹിന്ദി വായിച്ചിട്ട് അതേപോലെ ആൻസർ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാളം വായിച്ചിട്ട് അതേപോലെ ആൻസർ ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ലേഷൻ പഠിക്കുക. ഇനിയുള്ള ഈ ഒരു മാസം ഞാൻ പറഞ്ഞതുപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് അതിന് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. പിന്നെ നമുക്ക് 5 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്താണ് വരുന്നത്. 5 ദിവസത്തെ ക്ലാസ്സിന് 400 രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഓൺലൈനായിട്ട് തരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഗദ്യം കൊടുത്തിട്ടുണ്ട്. ഈ മോഡലാണ് ഗദ്യം വരുന്നത്. കണ്ടോ? ആദ്യ അനോട്ടേഷനാണ് വരുന്നത്. പിന്നെ അതിൽ വരുന്നത് ഇൻഹി 3 പ്രശ്നമൊക്കെ ഉത്തർ 10 വാക്യവും ലിഖിയെന്ന് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു സാരാംശം തന്നിട്ട് അതിനെ ചുരുക്കി എഴുതുക. പിന്നെ വരുന്നത് അവിടെ ഗാന്ധിജിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ 4 ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ 4 ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് എഴുതാൻ പറ്റും. പിന്നെ കഹാനിയാണ് 3 കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന 3 പിന്നെ വേറെ 2 കൂടെ നോക്കി വയ്ക്കുക. പിന്നെ വരുന്ന ലെറ്ററാണ്. പിന്നെ വരുന്നത് വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളത്. പിന്നെ ലോകോക്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത്. ഇനി സെക്കൻഡ് പേപ്പറിൽ വരുന്നത് പദ്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ആധുനിക പദ്യവും പ്രാചീന പദ്യവും. അതിനുശേഷം വന്നിരിക്കുന്നത് സാരാംശം എഴുതാനാണ്. പുഷ്പികാഭിലാഷ, ഭിക്ഷുക്, മേരാ നയാ ബച്പൻ. അപ്പോൾ ആ 3 ഒരെണ്ണം വേണം നമുക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. പിന്നെ വന്നിരുന്ന ഏകാംഗിയാണ്. ഏകാംഗിയിൽ അഭിയോഗ്, ലക്ഷ്മി കാ സ്വാഗത്, വാപസി. ഇത് കൂടാതെ വീണ്ടും 2 ചാപ്റ്ററിൻ്റെ നോക്കി വയ്ക്കുക. അപ്പോൾ ഈ 5 ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഇതിലുള്ള എല്ലാം എഴുതാൻ പറ്റും. പിന്നെ വരുന്ന നിബന്ധമാണ് മൊബൈൽ ഫോണ്, കേൾക്കാ മഹത്ത്, രാഷ്ട്ര നിർമ്മാണമേ യുവാ പീഡി കാ യോഗ്ദാനം. ലാസ്റ്റ് വരുന്ന ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഉണ്ട്. ഹിന്ദി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹിന്ദിയുടെ ഓരോ അർത്ഥവും നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ വരി ഹിന്ദി വായിക്കുക, അതേപോലെ ഓരോ വരി മലയാളം വായിക്കുക. വീണ്ടും അടുത്ത വരി ഹിന്ദി വായിക്കുക, അടുത്ത വരി മലയാളം വായിക്കുക. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഹിന്ദി മലയാളം കുറേ വാക്കുകൾ പഠിക്കുകയാണ്. അതുപോലെ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട് ചെയ്യാനുള്ളത് അതും ഇതേ രീതിയിലാണ്. അപ്പോൾ പ്രവേശ പരീക്ഷയുടെ ഏതാണ്ടൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 10-25 വർഷം കൊണ്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ തീർത്ഥ ഹിന്ദി വിദ്യാലയമാണ് എൻ്റെ വിദ്യാലയത്തിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ റാങ്കുണ്ട്. CBSEക്കും ICSE സുഗമ ഹിന്ദി പരീക്ഷയ്ക്കും റാങ്കുണ്ട്. പ്രഥമ ഇപ്പോൾ എഴുതിയ കുട്ടിക്കും റാങ്കുണ്ട്. 3rd റാങ്കാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സും ലഭിക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. 9400773625 കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ക്ലാസ്സിൻ്റെ വാട്സപ്പ് വീഡിയോകളും ലഭിക്കുന്നതാണ്. റെക്കോർഡ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ റെക്കോർഡ് വീഡിയോയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് 200 രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ നൽകുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും